സൗന്ദര്യം കൊണ്ടാണ് ഞാൻ ആദ്യം കണ്ടത്. എനക്കും സൗന്ദര്യം ഉണ്ട്. അല്ല, എന്റെ സൗന്ദര്യത്തിൽ ചെമ്പരത്തിയും ആകൃഷ്ടയായിട്ടുണ്ടാവൂലേ? ഉണ്ടാവൂലേ? അല്ലെങ്കിൽ അവിടുന്ന് ജലം തന്നാ പോരെ? എങ്കിലും അതുപോലെ അത് കുലത്തിനനുസരിച്ചിരിക്കുന്ന ഫലല്ല ആദ്യം ജലം കൊടുക്കല്. കുലമഹിമക്ക് അനുസരിച്ചതല്ല അത്, അല്ലേ? ജലം അന്വേഷിച്ചാൽ എവിടുന്ന് കൊടുക്കണം? ഭവനത്തിനകത്ത് വിളിച്ചിട്ട് ആദ്യത്തെ മര്യാദ വാദിച്ചു കൊടുക്കണം. എങ്കിലും ഇവിടെ എത്തിയാൽ കാര്യമല്ല അറിയാം, അല്ലേ? ഉള്ളിനുള്ളിലൊരു മോഹം കൊണ്ടാണോ, ഒരു ദാഹം കൊണ്ടാണോ എന്നുള്ളതെല്ലാം വഴി അറിയാം. അതുപോലെ നാട്ടിലുള്ള കുടകർ മന്നപ്പനെ ആലോകനം ചെയ്തു തങ്ങളിൽ ചൊല്ലിനാൻ. ആരിവൻ പാരതിൽ മനുഷ്യനായി ഇങ്ങനെ ആരെയും കണ്ടില്ല പണ്ടിതുപോലെ നാം. അല്ലിമലർച്ചരൻ ബില്ലിനെ വെല്ലുന്ന ജില്ലിദ്വയങ്ങളും നല്ല കേശങ്ങളും മുല്ലപ്രസൂന സമാന ബന്ധങ്ങളും ബന്ധുക പുഷ്പ സമമാമതരാഭയും ചിന്തിക്കിൽ ഈശ്വരനെന്നേ പറയാവൂ. അത്യുഗ്ര നേതൃത്വം വൃത്തവക്രവും കത്തുന്ന ഗന്ധങ്ങൾ കണ്ടലത്തുന്നവും കണ്ടാലഴകുള്ള കണ്ടപ്രശോഭയും പണ്ടിതുപോലെ കണ്ടില്ല മറ്റാർക്കുമേ. ഭക്ഷിക്കമൃതമാമക്ഷപ്രദേശത്ത് ശിക്ഷയോട് ഓരോ തരം മാല്യശോഭയും ആലില പോലുദരാഭയും നല്ലമേളിൽ ശോഭിതമായ പൂവാടയും അങ്കുലീയം പലേയങ്ങൾ മനോഹരം ഇങ്ങനെ ഊരിക്കളി അനുക്കൾ ശോഭയും ആമയോടൊത്ത പുറപടി ശോഭയും ആമയം പോക്കും മകാവലികളും കണ്ടാൽ. അരിവൻ ഭാരതിൽ ഭാർഗവനായി പണ്ട് ജാതനാം ശ്രീരാമനോരധികാന്തനോ മാരാരിയോ മധുസൂദനം തന്നെയോ മായാമനുഷ്യനായി വന്ന ഗന്ധർവനോ. അത്രമാത്രമുള്ള ഫലമുണ്ട് അല്ലേ? ആ രൂപം കൊണ്ട്, ആ രൂപത്തിൽ ഉണ്ടാവൂലേ? ഒരു മോഹം തോന്നും, അല്ലേ? നാവും കൂടെ സംസാരിക്കാൻ കഴിയുന്നില്ല. മറ്റു ഞാൻ വിളിക്കലുണ്ട്. അതെല്ലാം മറിഞ്ഞിരിക്കുന്നൊരു ഫലമുണ്ടല്ലോ.